നമുക്ക് സിംഗിൾ ക്രോഷ്യോ എങ്ങനെ ചെയ്യാൻ പഠിക്കാം. വെൽക്കം ബാക്ക് ടു ക്രോഷ്യോ ബേസിക് സീരീസ് പാർട്ട് 4. സിംഗിൾ ക്രോഷ്യോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമുക്കൊരു 11 ചെയിൻ ഇടാം. അങ്ങനെ നമ്മൾ 11 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് സിംഗിൾ ക്രോഷ്യോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രോഷ്യോ ചെയ്യാം. അപ്പോൾ സിംഗിൾ ക്രോഷ്യോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്ക് ഈ ചെയിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഹുക്കിൻ്റെ ഒരു വട്ടം യാൺ ഓവർ ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാം. നമുക്കിവിടെ 2 ലൂപ്പ് കിട്ടും. ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഒരു വട്ടം യാൺ ഓവർ ചെയ്ത് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുക, യാണിനെ കൊണ്ടുവരാം. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യോ. ഇനി ഇതുപോലെ നമുക്കൊരു 9 സിംഗിൾ ക്രോഷ്യോ ചെയ്യണം. അപ്പോൾ ഹുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യുക, യാണിനെ ഇതേപോലെ പുറത്തേക്ക് കൊണ്ടുവരാം. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒരു വട്ടം യാൺ ഓവർ ചെയ്ത് വലിച്ചു കൊണ്ടുവരാം. അപ്പോൾ രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യോ ചെയ്ത് ഇനി നമുക്ക് ഇതേപോലെ ബാക്കി 8 സിംഗിൾ ക്രോഷ്യോ കൂടിയും ചെയ്യാം. അപ്പം ഞാനിവിടെ ലാസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രോഷ്യോ ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ 10 സിംഗിൾ ക്രോഷ്യോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മേലേക്ക് ഓരോ റോസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെയ്ത വർക്കിനെ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു ചെയിൻ ഇടാം. അപ്പോൾ സിംഗിൾ ക്രോഷ്യോ ആയതുകൊണ്ടാണ് ഒരു ചെയിൻ ഇട്ടേക്കുന്നത്. ഇനി ഡബിൾ ക്രോഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യോ ആണെന്നുണ്ടെങ്കിൽ 2 ചെയിൻ, ഡബിൾ ക്രോഷ്യോ ആണെന്നുണ്ടെങ്കിൽ 3 ചെയിൻ, അങ്ങനെയാണ് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ സിംഗിൾ ക്രോഷ്യോ ആയതുകൊണ്ട് ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇവിടുത്തെ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയും ഓരോ സിംഗിൾ ക്രോഷ്യോ ചെയ്യാം. ഇതേപോലെ നമുക്ക് റോ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പം ഈ ഒരു സിംഗിൾ ക്രോഷ്യോ എങ്ങനെ ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ പ്രോജക്റ്റുകൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ മനസ്സിലാകും. അപ്പം ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ പാറ്റേൺസ് ആയിട്ടും അടുത്ത ക്രോഷ്യോ ബേസിക് ആയിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.